ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഒരു എനർജി നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് ഏത് രീതിയിലാണ് കണക്ട് ആവുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാനിതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സണെ നിങ്ങളുടെ മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. അവരുടെ പേര്, അവരുടെ മുഖം ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് മനസ്സിലേക്ക് ഓർത്തുകൊണ്ട് തന്നെ ഇരിക്കുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. ഒരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോയുമായിട്ട് കണക്ട് ആവാനായിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Innocence, the miser, the lovers, creativity, turning in, possibilities, patience, rebirth, intensity, new vision, silence, conditioning, participation, maturity, projections, the rebel, thunderbolt, stress. ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് കോംപ്രമൈസ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ നിങ്ങളുടെ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി നമുക്ക് ആദ്യമേ തന്നെ നോക്കാം. അവരുടെ ഒരു സിറ്റുവേഷൻ ഏത് രീതിയിലാണ് എന്നുള്ളത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി അവരുടെ ഒരു ഉൾക്കാഴ്ചയിലൂടെ നിങ്ങളെ തന്നെയാണ് നോക്കി കാണുന്നത്. എന്ന് വെച്ചാൽ ഈ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതലായിട്ട് എഫേർട്ട് എടുത്ത് ഇത് മുന്നോട്ടേക്ക് വേണം എന്ന് ആഗ്രഹിച്ച് അല്ലെങ്കിൽ അത്രത്തോളം എഫേർട്ട് എടുത്തിരിക്കുന്ന ഒരു പേഴ്സൺ എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളിൽ നിങ്ങൾ തന്നെയാണ്. ഇപ്പൊ ഏതൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കും. രണ്ടുപേരും എഫേർട്ട് എടുക്കുന്നേക്കാൾ കൂടുതൽ ഒരു പടി മുകളിൽ ഒരു വ്യക്തിയായിരിക്കും ഏതൊരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് എടുക്കുക. അപ്പൊ നിങ്ങളുടെ ബന്ധത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു ബന്ധം മുന്നോട്ടേക്ക് വേണമെന്ന് ഏറ്റവും കൂടുതലായിട്ട് എഫേർട്ട് എടുത്ത് ആഗ്രഹിച്ചിരുന്ന ഒരു പേഴ്സൺ നിങ്ങളാണ്. കാരണം ഒരു സമയത്ത് വരെ ഇവർ എല്ലാ രീതിക്കും എഫേർട്ട് എടുത്തിരുന്നവരായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു സമയത്തിന് ശേഷം ഇവർ പതുക്കെ ഇവരുടേതായ കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അവോയ്ഡ്നെസ്, നിങ്ങളെ ഒന്ന് അവോയ്ഡ് ചെയ്യുകയോ ഒക്കെ ചെയ്തവരായിരിക്കാം. പല പല സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് വന്ന് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ബ്രേക്കപ്പ് സിറ്റുവേഷനോ ഒക്കെ ആയിപ്പോയ ഒരു അവസ്ഥയായിരിക്കാം. എന്നാൽ ഇപ്പോ നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിലേക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇവരുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം തന്നെ പുതിയ ഒരു കാഴ്ചപ്പാട് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ പുതിയ ഒരു ചിന്താഗതി വന്നിരിക്കുന്നു. നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത അവർ മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഇവിടെ ലവേഴ്സ് എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ആത്മാർത്ഥമായിട്ടുള്ള ഒരു അടുപ്പം, ആ ഒരു സോൾ കണക്ഷൻ ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല നിങ്ങളുടെ വ്യക്തി ഇപ്പൊ ഒരുപാട് സ്ട്രെസ് ആയിട്ടാണ് നിൽക്കുന്നത്. ചിന്തകൾ ഭയങ്കരമായി കാട് കയറുന്നു, അല്ലെങ്കിൽ ഒരുപാട് ഡൗൺ സ്റ്റേജിലാണ് നിൽക്കുന്നത്. തണ്ടർബോൾട്ട് വന്നിരിക്കുന്നതുകൊണ്ട് ഇവരുടെ ലൈഫിൽ ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ഒരവസ്ഥയാണ്. ലൈഫിൽ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. അതിപ്പോ ചിലപ്പോൾ സ്നേഹിക്കുന്നവരിൽ നിന്നായിരിക്കാം, കുടുംബത്തിൽ നിന്നായിരിക്കാം, ഇല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള സ്ട്രഗിളിങ്സ്, ഫിനാൻഷ്യൽ ഇഷ്യൂസോ അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങളോ, അങ്ങനെ ഒരുപാട് സ്ട്രഗിളിങ്സ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നേരിടുന്നുണ്ട്. എല്ലാ രീതിക്കും ഒരു നെഗറ്റിവിറ്റി എനർജിയിലാണ് നിൽക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ ഓർമ്മകൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് അവരുടെ മൈൻഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവരിപ്പോ സമാധാനമാണ് ഇവരുടെ ലൈഫിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്.
ഇവിടെ നമുക്ക് എല്ലായിടത്തും എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കും. സൈലൻസ് ആണെന്നുണ്ടെങ്കിലും, ടേണിംഗ് ഇൻ ആണെന്നുണ്ടെങ്കിലും, പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിലും, ഇന്നസെൻസ് ആണെന്നുണ്ടെങ്കിലും എല്ലാ രീതിയിലും ഇവരൊരു പീസ്ഫുൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ ഇരിക്കാനാണ് ഇപ്പൊ ആഗ്രഹിക്കുന്നത്. അപ്പൊ ആ ഒരു സമയത്ത് തന്നെയാണ് നിങ്ങളുടെ ഓർമ്മകളെ ഇവരിലേക്ക് വന്നും തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇവരുടെ ഉള്ളിലേക്ക് തന്നെ ഇവർ നോക്കുമ്പോൾ ഈ ഒരു ഒറ്റപ്പെടലില് നിങ്ങളെ തന്നെയാണ് അവർ കാണുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ എത്രത്തോളമാണോ റിലേഷൻഷിപ്പിൽ എഫേർട്ട് എടുത്തത്, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ മനസ്സുകൊണ്ട് ഒരുപാട് വേദനിച്ചത്, അതൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോ മനസ്സിലാക്കുന്നുണ്ട്. ഒരു പ്രൊജക്ഷൻ പോലെ, ഒരു മിറർ പോലെ. ഒരു മിററിലേക്ക് അവർ നോക്കുമ്പോൾ അവിടെ കാണുന്നത് നിങ്ങളെയാണ്. നിങ്ങൾ എന്താണോ ഈ ഒരു ബന്ധത്തിൽ അനുഭവിച്ചത് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോടുണ്ടായിരുന്ന ആ ഒരു മനോഭാവത്തിൽ വലിയ രീതിയിൽ മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് ഇവരും കൂടെ എഫേർട്ട് എടുത്ത് മുന്നിട്ട് ഇറങ്ങണം എന്നിവർ ചിന്തിക്കുന്നുണ്ട്. ആ ഒരു പാർട്ടിസിപ്പേഷൻ ഇവരിപ്പോൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു ബന്ധത്തിൽ എന്തൊക്കെയാണോ കുടുക്കുകൾ വീണ് കിടക്കുന്നത്, ആ ഒരു കുടുക്കുകള്, കെട്ടുകള് എല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തുക. ഒരു റീബർത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കണം എന്നൊക്കെയുള്ള ഒരു മൈൻഡാണ്. ഇപ്പൊ സിറ്റുവേഷൻ എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ വന്നു നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും ഇവരിപ്പോ ഒരു കോംപ്രമൈസ് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ബന്ധത്തിലേക്ക് തിരിച്ചു വരാനും നിങ്ങളുമായിട്ടൊരു കോംപ്രമൈസ് നടത്തി ഒരു സൊല്യൂഷൻ കണ്ടെത്തി ഇതിനെ മുന്നോട്ടേക്ക് നയിക്കാനും. നോ തിക്നെസ് വന്നിരിക്കുന്നതുകൊണ്ട് കൂടുതലായിട്ട് ഇവർ ഒന്നും ചിന്തിക്കുന്നില്ല. കൂടുതലായിട്ട് ചിന്തിക്കുക എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്കിടയിൽ ചിലപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. ഇനി അല്ല, നിങ്ങൾ ഒന്നിക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ ജെന്യുവൻ ആയിട്ടുള്ള എന്തെങ്കിലും തടസ്സങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും ഇവർ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മൊമെന്റ് ടു മൊമെന്റ് ആണ്. ഓരോ നിമിഷവും നിങ്ങളുടെ ഓർമ്മകള് ഇവരെ വല്ലാത്ത ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട്. അവരുടെ ഇമോഷൻസിനെയൊക്കെ അവർ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇമോഷൻസ് എന്ന് പറയുമ്പോഴേക്കും വിഷമാണെന്നുണ്ടെങ്കിലും, വേദനയാണെന്നുണ്ടെങ്കിലും, ദേഷ്യമാണെന്നുണ്ടെങ്കിലും മൊത്തത്തിൽ എല്ലാം കൂടെ കയ്യിൽ നിന്നും പോയിരിക്കുന്ന ഒരവസ്ഥ. ഓൾറെഡി അവരുടെ ലൈഫിലും അവരിപ്പോ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ ഓർമ്മകളും കയറി വന്നിട്ടുണ്ട് മനസ്സിലേക്ക്. അപ്പൊ ആ ഒരു കുറ്റബോധവും എല്ലാം കൂടെ വന്നിട്ട് അവരെ തന്നെ ഒരു രീതിയിലാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ കൂടുതലായിട്ട് ഇനിയൊന്നും ചിന്തിക്കണ്ട. നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരിക, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോംപ്രമൈസ് നൽകുക. പുതിയൊരു ഉണർവ് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടുകൾക്കും ചിന്താഗതികൾക്കും അതുപോലെ നിങ്ങളോടുള്ള ഇമോഷൻസിലും ആ ഒരു എനർജിയിൽ പോലും ഒരുപാട് വലിയ രീതിയിലുള്ള വേദനകളിലൂടെ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഈ ഒരു ബന്ധത്തിൽ ഒരു ഫ്ലവറിംഗ് വേണമെന്ന് ആഗ്രഹിക്കുകയാണ്. എന്ന് വെച്ചാൽ നഷ്ടപ്പെട്ടു പോയി അല്ലെങ്കിൽ മുരടിച്ചു പോയ ഒരു അവസ്ഥയിൽ നിന്നും വീണ്ടും ആ ഒരു വസന്തകാലത്തിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുവരിക. ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിരുന്ന പോലെ, എന്നുവെച്ചാൽ നിങ്ങൾ ചിന്തിച്ചിരുന്നത് നമ്മളുടെ ലോകം എന്നുള്ള രീതിക്കായിരുന്നു, ഇവര് ചിന്തിച്ചിരുന്നത് ഇവരുടെ ലോകം എന്നുള്ള രീതിക്കായിരുന്നു. എന്നാൽ ഇപ്പൊ ഈ ഒരു സമയത്ത് ഇവര് നിങ്ങൾ ചിന്തിച്ച അതേ രീതിയിൽ തന്നെ നമ്മളുടേതാണ് ഈ ഒരു ലോകം. ആ ഒരു ലോകത്തിൽ നമ്മൾ മാത്രം ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും എഫേർട്ട് എടുത്താലാണ് അത് മുന്നോട്ടേക്ക് ആ ഒരു സെലിബ്രേഷനിലേക്ക് വീണ്ടും കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു സക്സസിലേക്ക് റിലേഷൻഷിപ്പിനെ എത്തിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് പൂർണ്ണമായും മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ മനസ്സുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജിയിലേക്ക് തിരിച്ചെത്താൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ എത്താൻ, അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ആ ഒരു എനർജിയിൽ തന്നെ, അല്ലെങ്കിൽ അത്രത്തോളം ഒരു അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത്. വളരെ പെട്ടെന്ന് ഒരു മാറ്റം ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എലോൺനെസ് വന്നിരിക്കുന്നതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, ഇവർ ഒറ്റപ്പെടലിലൂടെ തന്നെയാണ് മുന്നോട്ടേക്ക് പോകുന്നത്. ഇവർക്ക് ചുറ്റിനും ഇപ്പൊ ആരും ഇല്ലാത്തൊരവസ്ഥയാണ്. അവരുടെ ഇമോഷൻസ് ഷെയർ ചെയ്യാനാണെന്നുണ്ടെങ്കിലും അവർക്കൊന്ന് തുറന്ന് സംസാരിക്കാനാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് അവരുടെ കൂടെ ആരുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ആത്മാർത്ഥത എന്ന് പറയുന്നത് ഈ ഒരു ബന്ധത്തിന്റെ ഒരു പുതിയ തുടക്കമായിരിക്കണമെന്ന് ഇവർ തന്നെ ചിന്തിക്കുകയാണ്. നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ എന്തായാലും പറഞ്ഞു തരാം. ആദ്യമേ തന്നെ വന്നിരിക്കുന്നത് ഇന്നസെൻസ് ആണ്. ഇതുവരെ ഈ ഒരു വ്യക്തി അവരുടേതായ കാര്യങ്ങളിലേക്ക്, അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥപൂർവമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു സമയത്ത് നിശബ്ദമായിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ, നിശബ്ദം എന്ന് പറയുമ്പോൾ ഇവർ ഒരുപാട് സ്ട്രെസ് ആണ് നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഇവർ വളരെ ശാന്തമായിട്ട് ഒരു മെച്യൂരിറ്റി ഇവർക്ക് വന്നു തുടങ്ങിയിരിക്കുകയാണ്. അപ്പൊ ആ ഒരു ശാന്തതയില് വളരെ യുക്തിപൂർവം ചിന്തിക്കുകയാണ് ഇവര് നിങ്ങളിലേക്ക് തിരിച്ചെത്തുക, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു നീതി നടപ്പിലാക്കുക. ആ ഒരു പുറകോട്ടുള്ള തിരിഞ്ഞുനോട്ടമാണ് നിങ്ങളുടെ പേഴ്സണിൽ ഇപ്പൊ നടക്കുന്നത്. ഇവരുടെ മനോഭാവത്തിലാണെന്നുണ്ടെങ്കിലും ചിന്താഗതികളിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള കാരണം നിങ്ങളുടെ വ്യക്തിയിൽ വന്നിരിക്കുന്ന ഈ ഒരു അപ്രതീക്ഷിത തിരിച്ചടി തന്നെയാണ്. അവരുടെ ലൈഫിൽ അവർ നേരിട്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങൾ തന്നെയാണ്. അതൊരു ദൈവികപരമായിട്ടുള്ള ഇടപെടലായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്.
കാരണം നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ ഒരുപാട് വേദനിച്ച വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണുനീര് ഈ ഒരു യൂണിവേഴ്സ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു സമയമാണത്. അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിയിൽ ആ ഒരു എനർജി റിഫ്ലക്റ്റ് ആയിട്ട് അവർ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഇവരിപ്പോ ഒരുപാട് നിങ്ങളെ ചിന്തിക്കുന്നുണ്ട്, ഇമാജിൻ ചെയ്യുന്നുണ്ട്, ഡ്രീം ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രീമിംഗ് ആണ് വന്നിരിക്കുന്നത്. മാനിഫെസ്റ്റേഷൻ എനർജി ആണത്. നിങ്ങളായിട്ട് ഇവരുടെ ലൈഫിലേക്ക് വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് വീണ്ടും ഒന്നുകൂടെ റീബിൽഡ് ചെയ്ത റിലേഷൻഷിപ്പിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. വളരെയധികം ഒരു അട്രാക്ഷൻ തോന്നുകയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട്. ഇവിടെ പോസിബിലിറ്റീസ് നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങൾ അറിയാതെ ചേസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓരോ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇവർ അറിയുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ബെഗ് ചെയ്തൊക്കെ ഇവരുടെ പുറകെ നടന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ സൈലന്റ് ആയിട്ടായിരിക്കാം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവർക്ക് നിങ്ങളിലേക്ക് അട്രാക്ഷൻ തുടങ്ങിയിരിക്കുന്നത്. ചില കാര്യങ്ങളിൽ അങ്ങനെയാണ്. ഒരുപാട് പുറകെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും വാല്യൂ നൽകില്ല. എന്നാൽ പതുക്കെ നിങ്ങൾ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, മൂവ് ഓൺ ചെയ്യാന്ന് പറയുമ്പോഴേക്കും പൂർണ്ണമായും വിട്ടിട്ട് പോവുക എന്നുള്ളതല്ല, ഫിസിക്കലി നിങ്ങൾ അതിൽ നിന്നും മാറി നിൽക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. ചേസിങ് കാര്യങ്ങളൊക്കെ നിർത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു എനർജിയിലേക്ക് നിങ്ങൾ മാറിയിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഒരു സമയം നിങ്ങളിലേക്ക് ഈ ഒരു അട്രാക്ഷൻ തുടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല അവരുടെ ലൈഫിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങളും. അപ്പൊ ഈ ഒരു ബന്ധം ഇനിയും ഇങ്ങനെ മുന്നോട്ടേക്ക് പോയാൽ പോരാ. ഇതിൽ നിന്നൊരു വഴിത്തിരിവ് വേണം. ഒരു ടേണിംഗ് ഇനി ഇതിൽ കൊണ്ടുവന്നേ മതിയാവുകയുള്ളൂ. വളരെ പേഷ്യൻസോട് കൂടി ഇവർ അതേക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട്. ഇന്റൻസിറ്റി തന്നെയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇവർക്ക് കൊടുത്തിരിക്കുന്ന സ്നേഹം, ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു പ്രണയം, അതിന്റെ ഒരു ആഴം അത് എത്രത്തോളമാണ് എന്നുള്ളത് ഇവർ ഈ ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിലാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇവരിപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ ഇവർ നേരിടുന്ന ഈ ഒരു സ്ട്രെസ്സിൽ ഇവർക്ക് ആരോടും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ആരും ഇവരിലേക്ക് ഒരു സാന്ത്വനമായിട്ടോ അല്ലെങ്കിൽ ഇവരെ ഒന്ന് കെയർ ചെയ്യാനായിട്ടോ ഒന്നും വരുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരിക്കുന്നത് കൊണ്ടിട്ട് ഇവർ ആ ഒരു അവസ്ഥയിലാണ് ഇവര് നിങ്ങളെ ഇവരിലൂടെ കാണാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ് മെയിൻലി വന്നിരിക്കുന്നത്. നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുന്ന വ്യക്തികളാണ് ഇവർ. നിങ്ങളിലേക്ക് ഒരുപാട് കാര്യങ്ങൾ അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ ഇഷ്ടം അനുസരിച്ച് മുന്നോട്ടേക്ക് നിങ്ങൾ പോകണം എന്നൊക്കെ പറഞ്ഞവരായിരിക്കാം. ചിലവരുടെ കേസിൽ ഒരു രീതിക്ക് നിങ്ങൾക്കൊരു വാല്യൂ നൽകാതിരുന്നവരും ആയിരിക്കാം. ഇപ്പൊ രണ്ടാണെന്നുണ്ടെങ്കിലും അവോയ്ഡ്നെസ് തന്നെയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാല്യൂ നൽകാതിരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നൽകാതിരിക്കുക, നിങ്ങളുടെ വാക്കുകൾക്കൊന്നും ഒരു വില കൽപ്പിക്കാതിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തവരായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് ആ ഒരു കണ്ടീഷനിങ്ങും കാര്യങ്ങളൊക്കെ മാറ്റണം എന്ന് ആഗ്രഹമുണ്ട്. ഈ ഒരു ബന്ധം മറ്റൊരു രീതിയിൽ ഒന്ന് അഴിച്ചു പണിത് എല്ലാ രീതിക്കും ആ ഒരു കെട്ടുകളൊക്കെ വിടിയിപ്പിച്ചിട്ട് ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ആ ഒരു പുതിയ വെളിച്ചമായിട്ട് കടന്നു വരണം. പാർട്ടിസിപ്പേഷൻ എന്ന് പറയുമ്പോൾ ഇവരുടെ ഭാഗത്ത് നിന്നും ഇതുവരെ ഇവര് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് എഫേർട്ട് എടുക്കുകയോ ഒന്നും ചെയ്യാതിരുന്നവരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ടേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണ്. കാരണം ഇവരും കൂടെ ചേരുമ്പോഴാണ് ഇനി ഇത് മുന്നോട്ടേക്ക് പോവുകയുള്ളൂ എന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. എല്ലാ രീതിക്കും റീബർത്ത് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്കൊരു കണ്ടീഷനിങ്ങോ കാര്യങ്ങളോ ഒന്നും നൽകാതെ പരസ്പരം ആ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ ആ ഒരു സോളിനെ പരസ്പരം തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ റിലേഷൻഷിപ്പിൽ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളാണ് നിങ്ങളുടെ ലോകം എന്നുള്ളത് മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോവുക. ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുന്ന അവസ്ഥയായിരിക്കാം, ഇവരും ഇപ്പൊ അത് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് ചേരണം. ഇവരിത് നിങ്ങളോട് സംസാരിക്കണം. അതിനു വേണ്ടിയാണ് ഇവരിപ്പോ നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനു വേണ്ടി ഇവരുടെ മനസ്സിനെ ഇവർ തയ്യാറെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ ഭയങ്കരമായിട്ട് എടുത്തുചാട്ടം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയായിരിക്കും. എന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് വിചാരിച്ച് അപ്പ വേണം, വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പ തന്നെ വേണ്ടാന്ന് വെക്കും. അതുപോലെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പെട്ടെന്ന് അതിലേക്കൊക്കെ ഒന്ന് അട്രാക്റ്റ് ആയി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടാവും. എന്നാൽ ഇപ്പൊ ഇവര് വളരെ നിശബ്ദമായിട്ട് ഇവരെ തന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഇവർ ആ ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ആ ഒരു യൂണിവേഴ്സുമായിട്ട് ഇവർ അടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇവരുടെ മനസ്സിനെ ഇവർ calm ആക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് എല്ലാത്തിനെ പറ്റിയും യുക്തിപൂർവ്വം ഇരുന്ന് ചിന്തിക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞു പോയ കാലങ്ങളാണെന്നുണ്ടെങ്കിലും ഇനി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മുന്നോട്ടേക്ക് വരേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും ഒക്കെ ഇവർ വളരെയധികം പ്രീ പ്ലാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. ഇവർ ആ ഒരു പ്ലാൻ ചെയ്യുന്നത് പോലെ തന്നെ മുന്നോട്ടേക്ക് എല്ലാ കാര്യങ്ങളും വന്നിരുന്നെങ്കിൽ ഈ ഒരു ബന്ധം ഏറ്റവും നല്ല സക്സസിലേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കുമായിരുന്നു. ഒരുപക്ഷെ നേരത്തെ തന്നെ ഇവർ ആ ഒരു ഡിസിഷൻ ഒക്കെ എടുത്ത് ഈ ഒരു ബന്ധത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ അന്നേ ഇത് മനോഹരമായിട്ട് മുന്നോട്ടേക്ക് പോകേണ്ട ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. എന്നാൽ അവർക്ക് അന്ന് അത് സാധിച്ചിട്ടില്ല. കാരണം അന്ന് അവർ ഇമ്മച്യൂർ ആയിട്ടൊക്കെ ആയിരിക്കാം നിങ്ങളുടെ അടുത്ത് പെരുമാറിയിരുന്നത്. ഇവിടെ ഒരു ഏജ് വെച്ചിട്ടല്ല മെച്യൂരിറ്റി പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പൊ എടുത്തുചാട്ടം കാര്യങ്ങളൊക്കെ ഉള്ളവർ ഇപ്പോൾ 40 വയസ്സോ 50 വയസ്സോ ഒക്കെ ആയാൽ പോലും
എടുത്തുചാട്ടമുള്ളവർക്ക് ആ ഒരു മെച്യൂരിറ്റി കൈവന്നിട്ടില്ല. അപ്പൊ നിങ്ങളുടെ പേഴ്സണിൽ ഏജന്റ് വെച്ചിട്ടല്ല, അവർ ആ ഒരു എടുത്തുചാട്ടം കൊണ്ടിട്ടോ അല്ലെങ്കിൽ സ്വാർത്ഥമായ ചിന്താഗതികൾക്ക് മുൻതൂക്കം നൽകിയിട്ടോ ഒക്കെ പ്രവർത്തിച്ചിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്ക് കാര്യങ്ങളെയൊക്കെ യുക്തിപൂർവ്വം ചിന്തിക്കാനായിട്ടുള്ള ആ ഒരു ബോധം വന്നു തുടങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ ആ ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇവര് പോലും അറിയാതെ ഇവരുടെ ക്യാരക്ടറിലൊക്കെ ചേഞ്ചസ് സംഭവിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവർക്ക് വന്നിരിക്കുന്ന ആ ഒരു മാറ്റത്തിന്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് അപ്രതീക്ഷിതമായിട്ട് അവരുടെ ലൈഫിൽ വന്നിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ തന്നെയാണ്. ഒരു തിരിച്ചടികൾ തന്നെയാണ്. അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് തന്നെയാണ്. നിങ്ങളോടുള്ള മനോഭാവത്തിലാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സണ് വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ്. ഇതുവരെ നോക്കി കണ്ടതുപോലെ അല്ലാതെ ഈ ഒരു ജീവിതത്തെ, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ അവർ മറ്റൊരു വ്യൂയിലൂടെ നോക്കി കാണുന്നുണ്ട്. ഇതുവരെ അവർ അവർക്കൊരു മുൻതൂക്കം നൽകിയായിരിക്കാം റിലേഷൻഷിപ്പിനെ പോലും മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഒരുപാട് കണ്ടീഷൻസും കാര്യങ്ങളും ഒക്കെ അവർ വെച്ചിരുന്നത്. എന്നാൽ ഇപ്പോ അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ മാറിയിരിക്കുകയാണ്. രണ്ടുപേർക്കും തുല്യമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ റിലേഷൻഷിപ്പിൽ പ്രാധാന്യം നൽകണം. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വാല്യൂ നൽകണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയം ഇവരും തരാൻ തയ്യാറാകണം. നിങ്ങളെ കേൾക്കാനാണെന്നുണ്ടെങ്കിലും നിങ്ങളുടേതായ ഒരുമിച്ചുള്ള നല്ല നല്ല മൊമെന്റ്സുകൾ, ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അത്രത്തോളം രണ്ടുപേരും എഫേർട്ട് എടുത്ത് കൊണ്ടുവന്ന ബന്ധമായിരിക്കാം. എന്നാൽ പതുക്കെ പതുക്കെ ആയിരിക്കും അതിനൊക്കെ മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു പഴയ രീതിയിലേക്ക് തന്നെ ഇതിനെ എത്തിക്കണം എന്ന് ആഗ്രഹിച്ച് വളരെ സൈലന്റ് ആയിട്ടാണ് ഇപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. സൈലന്റ് ആയിട്ട് ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം എടുത്തുചാട്ടമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല. ഇവർക്ക് തിരക്ക് പിടിച്ചല്ല അവർ ചെയ്യുന്നത്. ഈ ഒരു ബന്ധം നിലനിർത്തണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഇവരിലുള്ളത്. ആ ഒരു സ്വയമായിട്ട് തന്നെ ഒരു ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെയാണ് ഇവർ പോകുന്നത്. ഇവരെ തന്നെ ഇവർ ഹീൽ ചെയ്യിക്കുകയാണ്. ഇവരുടെ നെഗറ്റിവിറ്റി സ്വഭാവങ്ങള്, ബിഹേവിയറിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങള്, അതിനെയെല്ലാം പൂർണ്ണമായിട്ടും അലിയിച്ച് ഇല്ലാതെ ആക്കിയതിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാ രീതിക്കും കോംപ്രമൈസിലേക്ക് എത്തിക്കുക. ആ ഒരു ചിന്താഗതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇവർ നിങ്ങളോട് സംസാരിക്കാനും ആഗ്രഹിക്കുന്നത്. അപ്പൊ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഇവര് ആദ്യമേ തന്നെ നിങ്ങളുടെ ബന്ധത്തെ നോക്കിക്കണ്ടതിന് ശേഷം നിങ്ങളെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളിലേക്ക് വരുന്ന വ്യക്തികളാണ്. അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് കിട്ടുന്നത്. ആത്മാർത്ഥമായിട്ട് തന്നെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ വേണമെന്ന്. കാരണം ഇവിടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ ക്രിയേറ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ അവരുടെ ലൈഫിൽ വേണമെന്ന് ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുന്നതുകൊണ്ടാണ് ആ ഒരു ക്രിയേഷൻ അവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പ്രസൻസ് ഇപ്പൊ ഇല്ലാതിരിക്കുന്ന സമയത്ത് നിങ്ങൾ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളത് അവർ സങ്കല്പിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് അത്രത്തോളം അടുപ്പം നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്ന ഒരു രീതിയിലല്ല നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് ഇപ്പോൾ, അല്ലെങ്കിൽ അവരുടെ എനർജി നിങ്ങളിലേക്ക് ഈ ഒരു സമയത്ത് കണക്ട് ആവുന്നത്. എന്തൊക്കെ സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളിൽ നിന്ന് മാറിപ്പോയവരായിക്കൊള്ളട്ടെ, ഈ ഒരു എനർജി നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ ഒരുപാട് മാറ്റങ്ങൾ തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങളാണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങളെ കണക്ട് ചെയ്യണമെന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ റിലേഷൻഷിപ്പിന്റെ റീബർത്ത് എന്ന് പറയുമ്പോഴേക്കും ഒരു റീകൺസിലേഷൻ ആണ്, അതായത് റീയൂണിയൻ ആണ്. ഇതുവരെ നിങ്ങൾക്ക് ഇടയിൽ വന്നിരുന്ന ഗ്യാപ്പുകളെല്ലാം പൂർണ്ണമായിട്ടും ആ ഒരു കെട്ടുകളെല്ലാം പൂർണ്ണമായിട്ടും ഭേദിച്ചുകൊണ്ട് ഇവരായിട്ട് തന്നെ എഫേർട്ട് എടുത്താണ് വരുന്നത്. ഇതുവരെ നിങ്ങളായിട്ടാണ് എഫേർട്ട് എടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവരും കൂടെ എഫേർട്ട് എടുക്കുകയാണ്. അപ്പൊ നിങ്ങൾ അതിന് തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. ഇനിയും മുന്നോട്ടേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ ഇവരും കൂടെ വരുന്ന ആ ഒരു സമയത്താണ് ആ ഒരു പാർട്ടിസിപ്പേഷൻ നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ മനസ്സ് നിൽക്കുന്നത്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ആണ് ഇവർക്ക് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ എനർജി വളരെ ലോ ആണ്, നെഗറ്റിവിറ്റിയും കാര്യങ്ങളൊക്കെ മൈൻഡിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എങ്കിലും സ്വയമേ ആ ഒരു ഹീലിംഗ് പ്രോസസ്സിലൂടെ പോകുന്നത് കൊണ്ട് ഓരോ സ്റ്റെപ്പ് ആയിട്ട് ഇവർക്ക് ചേഞ്ചസ് സംഭവിക്കുന്നുണ്ട്. ഇവിടെ ഇന്നസെൻസ് ആണെന്നുണ്ടെങ്കിലും പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ന്യൂ വിഷൻ ആണ് എന്നുണ്ടെങ്കിലും വന്നിട്ടുണ്ട്, മെച്യൂരിറ്റി വന്നിട്ടുണ്ട്, ടേണിംഗ് ഇൻ വന്നിട്ടുണ്ട്. എല്ലാ രീതിക്കും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചേഞ്ചസ് സംഭവിച്ചിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. അപ്പൊ വളരെയധികം ഒരു നെഗറ്റിവിറ്റി എന്നൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്ന സമയമാണത്. നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി സ്ട്രോങ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വളരെയധികം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തിയിൽ എല്ലാം അർപ്പിച്ച് മുന്നോട്ടേക്ക് പോകുന്നവരൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾ, ആ ഒരു വിശ്വാസം എല്ലാം ഇവിടെ ഫലവത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ നിങ്ങൾ ഇതേപോലെ തന്നെ മുന്നോട്ടേക്ക് പോവുക. നിങ്ങളുടെ എനർജീനെ നിങ്ങൾ ഒരു രീതിയിലും ഡൗൺ സ്റ്റേജിലേക്ക് കൊണ്ടുപോകാതെ നിങ്ങളുടേതായ ഒരു എനർജീനെ കീപ്പ് ചെയ്ത് നിങ്ങൾ മുന്നോട്ടേക്ക് പോകൂ. തീർച്ചയായും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കാനായിട്ട് തുടങ്ങുകയാണ്. അവരുടെ മനോഭാവത്തിൽ ഈ ഒരു രീതിയിലാണ് ചേഞ്ചസ് സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത്. റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് തീർച്ചയായും നിങ്ങളൊന്ന് കമന്റ് ചെയ്ത് അറിയിക്കുക. അപ്പൊ നമുക്ക് ഈ ഒരു റീഡിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന
കുറച്ച് ക്ലൂസ് കൂടെ ഈ ഒരു സമയത്ത് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയിട്ടും നിങ്ങളുടെ പേഴ്സൺ ആയിട്ടും ഒക്കെ ക്ലൂസ് കൂടെ എത്രത്തോളം കണക്റ്റഡ് ആണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. കോട്ടയം എന്നൊരു ഡിസ്ട്രിക്റ്റ് വന്നിട്ടുണ്ട്. 1990. അശ്വതി എന്നൊരു സ്റ്റാർ. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്. എ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 10. വിശാഖം. വി എന്നൊരു ലെറ്റർ. ഡിസംബർ മന്ത്. കെ എന്നൊരു ലെറ്റർ. 4 എന്നൊരു നമ്പർ. വിത്തിൻ 3 മന്ത്സ് കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ. 30 ഡേയ്സ് കാണിക്കുന്നുണ്ട് ചിലവരുടെ കേസിൽ. അവിട്ടം. ജി എന്നൊരു ലെറ്റർ. ആയില്യം സ്റ്റാർ ആണ്. വി അഗെയിൻ വന്നിട്ടുണ്ട്. ലിയോ. മലപ്പുറം അഗെയിൻ വന്നിട്ടുണ്ട്. കെ അഗെയിൻ വന്നിട്ടുണ്ട്. 30 അഗെയിൻ വന്നിട്ടുണ്ട്. മൂലം. 42. ഇടുക്കി ഡിസ്ട്രിക്റ്റ്. ആർ എന്നൊരു ലെറ്റർ. സി. കൊല്ലം. 1982. 34. ബി എന്നൊരു ലെറ്റർ. അനിഴം. എസ് എന്നൊരു ലെറ്റർ. എച്ച്. ഏരീസ് സോഡിയാക് സൈൻ ആണ്. പൂരം. പാലക്കാട്. ഓഗസ്റ്റ് എന്നൊരു മന്ത്. ലാസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് രോഹിണി എന്നൊരു സ്റ്റാർ ആണ്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ക്ലൂസ് മാത്രമല്ല, ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, സിറ്റുവേഷൻസ് എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുക. റെസനേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.